പീരങ്കിയുണ്ടകൾക്ക് മുന്നിൽ പതറാത്ത നെഞ്ചുറപ്പ്, കാട്ടുതീ പോലെ ചീറിപ്പാഞ്ഞ ബ്രിട്ടീഷ് വെടിയുണ്ടകളെ പുഞ്ചിരിയോടെ വരവേറ്റ ധീരത. ചരിത്രത്തിന്റെ കനൽ വഴികളിൽ ചോരയൊഴുക്കി ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾ പല സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുത്തു. പക്ഷേ പരമാധികാരത്തിന്റെ ആ ചെങ്കോലുകൾക്ക് മുന്നിൽ അടിമയാകാൻ വിസമ്മതിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പീരങ്കികൾക്ക് നേരെ നെഞ്ചു വിരിച്ചു ഗർജിച്ച ഒരൊറ്റ സിംഹമേ ഭാരതമണ്ണിൽ ജീവിച്ചിട്ടുള്ളൂ. വെള്ളക്കാരന്റെ കൊടിയടയാളങ്ങളെ കാൽക്കീലിട്ട് ചവിട്ടി മതിച്ചവൻ, ഭയമെന്ന വാക്കിനെ തന്റെ നിഘണ്ടുവിൽ നിന്ന് വെട്ടിമാറ്റിയവൻ, മൈസൂരിന്റെ ആകാശത്ത് സൂര്യനായി ജ്വലിച്ചു നിന്ന് സാക്ഷാൽ ഫത്തേ അലി ഖാൻ ടിപ്പു എന്ന ടിപ്പു സുൽത്താൻ. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ പേര് കേൾക്കുമ്പോൾ ഇന്നും സാമ്രാജ്യത്വ ശക്തികളുടെ സിരകളിൽ ഭയം ഇരച്ചു കയറുന്നുണ്ടെങ്കിൽ അതായിരുന്നു യഥാർത്ഥ സുൽത്താൻ. 1750 നവംബർ 20 ടിപ്പു സുൽത്താൻ ജനിച്ചത്. വെറും 15-ാം വയസ്സിൽ യുദ്ധത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കും മുമ്പേ കയ്യിലൊരു വാളുമേന്തി വെള്ളക്കാരന്റെ നെഞ്ചിലേക്ക് കുതിരയെ പായിച്ചവനാണ്. 1782 പിതാവ് ഹൈദരാലിയുടെ മരണശേഷം യുദ്ധത്തിന്റെ കനലുകൾക്കിടയിൽ വെച്ച് തന്റെ 32-ാം വയസ്സിലാണ് അദ്ദേഹം മൈസൂരിന്റെ അധിപനാകുന്നത്. അധികാരം നിലനിർത്താനല്ല, മറിച്ച് തന്റെ മാതൃരാജ്യത്തിനെ തൊട്ടുകളിക്കാൻ വന്ന പരദേശികളോട് പകരം ചോദിക്കാനാണ് അദ്ദേഹം ആ വാളൂരി പിടിച്ചത്. മംഗലാപുരം ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാരെ കൊണ്ട് കാൽക്കൽ വീണ് മാപ്പ് പറയിച്ച ചരിത്രമാണ് ടിപ്പുവിന്റേത്. ചരിത്രം അദ്ദേഹത്തെ ഒരു യുദ്ധക്കുതിയനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചേക്കാം. പക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായി റോക്കറ്റ് സയൻസ് യുദ്ധങ്ങളിൽ പ്രയോഗിച്ച ശാസ്ത്രജ്ഞനും കൂടിയായിരുന്നു ഈ സുൽത്താൻ എന്ന് എത്ര പേർക്കറിയാം. അത് മാത്രമല്ല, മൈസൂർ സിൽക്കിന്റെ പെരുമ ലോകമെങ്ങും എത്തിച്ച വ്യവസായ വിപ്ലവകാരി കൂടിയായിരുന്നു അദ്ദേഹം. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കാൻ ഫ്രാൻസും തുർക്കിയുമായി വരെ ടിപ്പു സുൽത്താൻ ശക്തമായ അന്താരാഷ്ട്ര നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഭാരതത്തിലെ ഒരു ഭരണാധികാരിക്ക് പാശ്ചാത്യ ശക്തികളുമായി ഇത്രയും വലിയ സഖ്യമുണ്ടെന്ന് ബ്രിട്ടീഷുകാരെ വല്ലാതെ പ്രകോപിപ്പിച്ചു. തങ്ങളുടെ അധിനിവേശത്തിന് ഏറ്റവും വലിയ ഭീഷണി ടിപ്പു ആണെന്ന് മനസ്സിലാക്കിയ വെള്ളക്കാർ സുൽത്താനെ തകർക്കാൻ വേണ്ടി മാത്രം അദ്ദേഹത്തിനെതിരെ നിരന്തരം യുദ്ധങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ കാലം ആ സിംഹത്തിന് നേരെയും ചതിയുടെ വലയെറിഞ്ഞു. സ്വന്തം കോട്ടക്കുള്ളിലെ കരിങ്കാലികൾ കാട്ടിക്കൊടുത്ത രഹസ്യവഴിയിലൂടെ ബ്രിട്ടീഷ് പീരങ്കികൾ ശ്രീരംഗപട്ടണത്തിന്റെ മതിൽക്കെട്ടുകൾ തകർത്തു. 1799 മെയ് മാസം 4-ാം തീയതി ചരിത്ര പ്രസിദ്ധമായ 4-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ അവസാന മണിക്കൂറുകൾ. 3 തവണ വെടിയേറ്റ് ഉടലാക മുറിവുകളുമായി ചോര വാർന്ന ആ സിംഹം വീണുപോയി. മരണത്തോട് മല്ലടിക്കുന്ന ആ സമയത്താണ് സുൽത്താന്റെ ശരീരത്തിലുണ്ടായിരുന്ന രത്നങ്ങൾ പതിച്ച വിലപിടിപ്പുള്ള ആഭരണങ്ങളും അരക്കച്ചയും മോഷ്ടിക്കാനായി ഒരു ബ്രിട്ടീഷ് സൈനികൻ അരികിലേക്ക് അടുത്തു വന്നത്. തന്റെ ദേഹത്ത് ശത്രു തൊടാൻ വന്നത് കണ്ടതും ആ സിംഹം കണ്ണുകൾ തുറന്നു. കയ്യിലുണ്ടായിരുന്ന വാളുകൊണ്ട് ആ സൈനികനെ വെട്ടിവീഴ്ത്തി തൊട്ടടുത്ത നിമിഷം സുൽത്താൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. കോട്ടവാതിലിനരികിൽ ചോരയിൽ കുളിച്ചു കിടന്ന ആ പവിത്രമായ മയ്യത്ത് കണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ജനറൽ ഡേവിഡ് ബെയർഡ് ആക്രോശിച്ചു, ഇതാ ഇന്നു മുതൽ ഇന്ത്യ നമ്മുടേതാണ്. അതെ, ടിപ്പു എന്ന ഒരൊറ്റ മനുഷ്യൻ ജീവിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യ കീഴടക്കാൻ ബ്രിട്ടീഷുകാർക്ക് പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നത്. ചതിയിലൂടെ അവർ ആ ജീവനെടുത്ത് കാണും. പക്ഷെ ഇന്നും ഈ മണ്ണിൽ പോരാട്ടത്തിന്റെ ചരിത്രം പറയുമ്പോൾ, സ്വാതന്ത്ര്യത്തിന്റെ വിപ്ലവീര്യം പറയുമ്പോൾ മൈസൂർ സിംഹത്തിന്റെ പേര് ആദ്യം തന്നെ ഉണ്ടാകും. ചരിത്രത്തിലെ ഈ ധീര യോദ്ധാവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്.